എനിക്ക് കുഞ്ഞിലേ തുടങ്ങി ബാഗ്സിനോട് ഭയങ്കര ക്രേസായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ ബാഗ് കളക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2026 എൻ്റെ ആദ്യമായിട്ട് പുതിയൊരു സംരംഭം എന്ന് പറയാം, ബാഗ്സിൻ്റെ പുതിയ ഒരു ബിസിനസ് തുടങ്ങുകയാണ് 2026. ബ്രാൻഡിൻ്റെ പേരാണ് വെലോറ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ OH ഫ്ലീ മാർക്കറ്റിൽ കൂടെ ആയിരിക്കും നമ്മുടെ ഈ ബാഗ്സിൻ്റെ കളക്ഷൻസ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പ് ഒരു ഹാപ്പി സ്റ്റോറിലും കിട്ടും. അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റ് പുതിയ വരാൻ പോകുന്ന വെബ്സൈറ്റിലും ഈ കിഡിലൻ ബാഗ് കളക്ഷൻസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് പാർട്ടി വെയർ ബാഗ്സ് ഉണ്ട്, അല്ലാതെ ഡെയിലി വെയർ ബാഗ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് ഇപ്പോൾ ക്രിസ്മസും കൂടി ആയത് കൊണ്ടിട്ട് കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊക്കെ കാണിച്ചു പോവാം. ഇതല്ല, ഇതിനെക്കാട്ടി കൂടുതൽ കളക്ഷൻസ് കാണുക. ഇപ്പം എല്ലാത്തിൻ്റെയും ഓരോരോ പീസസ് ആണ്. ഇനിയും കുറച്ച് പീസസ് ഉണ്ട്, പക്ഷെ ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കെട്ടാണിത് അല്ലേ. വലിയ വെടിക്കെട്ട് എക്സിബിഷനും ഷോപ്പിലെ വെബ്സൈറ്റിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇഷ്ടമുള്ള ഒരു ബാഗ് എടുക്കുക. അത് എങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് എനിക്ക് അറിയണ്ടേ. ഫസ്റ്റ് കാണിക്കുന്നതായിരിക്കണം ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബാഗ്. അങ്ങനെ പറയാൻ പറ്റൂല, ബിക്കോസ് എല്ലാം എൻ്റെ ഇഷ്ടമുള്ള ടൈപ്പ് ബാഗ്സാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിമാൻഡും ഇപ്പോഴത്തെ ട്രെൻഡും ഡിമാൻഡും ഒക്കെ കൂടെ സ്റ്റൈലായിട്ട് പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസും കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ അങ്ങനെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് 10 എന്ന് പറയണം. വെലോറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അർത്ഥം നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. വെലോറ എന്ന് പറഞ്ഞ ബാഗിന്റെ ബ്രാൻഡ് നെയിം ദില്ലി ചേട്ടനാണ് സെലക്ട് ചെയ്തത്. അപ്പോ വെലോറയുടെ അർത്ഥം ലാസ്റ്റ് പറയാം. അപ്പൊ ഇതിന് എന്തെടുക്കും ഞാൻ? ഓക്കെ, ഞാൻ കാണാത്തൊരു പാറ്റേൺ, എന്നാൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. ഇതാണ് എനിക്ക് ഒരു യുണീക്ക് പാറ്റേൺ ആയിട്ട് തോന്നിയത്. ഞാൻ കാണാത്തൊരു പാറ്റേൺ ആണിത്. ബാക്കിയൊക്കെ യൂഷ്വലായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇത് എനിക്ക് ഈ സ്ട്രിങ് വന്നിരിക്കുന്നതുകൊണ്ട് അതും ഇത് ഗോൾഡിനും സിൽവറും മിക്സഡ് ആണ്. അപ്പോൾ ഇതൊരു യുണീക്ക് പാറ്റേൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. മേ ബി അകത്ത് ഇങ്ങനെ സിബ് വരും. അപ്പോൾ അങ്ങനെ സിബ് തുറക്കാം. പക്ഷെ അത് പുറത്തുനിന്ന് നോക്കി നമുക്ക് ആ സിബ് ഇങ്ങനെ കവേർഡ് ആയിട്ട് വെക്കുകയും ചെയ്യാം, അറിയത്തില്ല. സോ ഇതാണ് എനിക്ക് യുണീക്ക് ആയിട്ടുള്ള ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ബാഗ്. ഇതിന്റെ തന്നെ ഇപ്പോൾ ഇതും ഉണ്ട്, പിന്നെ ഗോൾഡനും ഉണ്ട്, പ്ലെയിൻ ഗോൾഡനും ഉണ്ട്. സോ കണ്ട നല്ല ഭംഗിയില്ലേ. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ബാഗ്. നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ബോക്സ് ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വന്നിട്ട് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ 1-2 പീസസേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെയാ വരുന്നത്, ട്രാൻസ്പെറന്റ്. ആക്ച്വലി സ്പീക്കിംഗ് ജസ്റ്റ് ഒരു ഫോൺ ഇടാം, യു ക്യാൻ പുട്ട് ലിപ്സ്റ്റിക്. കൂടുതലൊന്നും നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇടുന്ന പോലെ ഞാനൊക്കെ ബാഗിൽ എന്തൊക്കെ സ്റ്റഫ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം സ്റ്റഫ് ചെയ്യുന്നതാണ്. അതെ, ടിഷ്യൂ, വെറ്റ് ടിഷ്യൂ എല്ലാം. സോ ഈ ബാഗ് ലോങ് സ്ട്രാപ്പും ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എന്തിട്ടാലും പുറത്ത് കാണും. അതുകൊണ്ടിട്ട് നല്ല സാധനങ്ങൾ, നല്ല ഫോണും, അതും ആ ഫോണും നല്ല കവറുള്ള ഫോൺ ഇടുക. അതുമാത്രമല്ല ഇതിന്റെ മുകളിൽ വെക്കുന്ന സ്ട്രാപ്പും അകത്തേക്ക് അതും ഗ്ലിറ്റർ തന്നെയാണ്. അതും സ്ട്രിങ് ഉണ്ട്, ഹാൻഡിലും നമുക്ക് ഫിക്സ് ചെയ്യാം. ഈവൻ സൈഡ് ചെയിനും ഉണ്ട്. വേറെ സ്ലിംഗ് ബാഗ് പോലെ അങ്ങനെ യൂസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഇങ്ങനെ പൗച്ചായിട്ട് ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം. സോ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് വൺ വിച്ച് ഐ ലൈക്ക്. നെക്സ്റ്റ് വൺ എനിക്ക് ഇഷ്ടമായത് ഇതാണ്. ദിസ് ഇസ് ഓൾസോ ലൈക്ക് എ പാർട്ടി വെയർ, ഫങ്ഷന്, കല്യാണത്തിന് ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടാം. ഇതിനകത്തും കുറച്ച് സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ലൈക്ക് ഇതെല്ലാം ആക്ച്വലി ഫാൻസി ബാഗ്സ് ആണല്ലോ. ജസ്റ്റ് ടു യുനോ ഡ്രസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് പോലെയാ. സി ഇതിന് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, യാ, എന്നിട്ട് ഇവിടെ സിബ് ഉണ്ട് തുറക്കാൻ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെ ബട്ടൺ ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ പട്ടുസാരിയുടെ കൂടെയൊക്കെ ഇതിൻ്റെ ഗോൾഡനും ഒക്കെ പോകും കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ ഗോൾഡും ഉണ്ട്, ഇതിൻ്റെ വേറൊരു പാറ്റേണും ഉണ്ട് ഇതുപോലത്തെ. സോ ദിസ് ഇസ് ദ തേർഡ് വൺ. ഇത് വന്നിട്ട് ഇതാ ഇങ്ങനെ, ഇത് ഇങ്ങനെയാ. എനിക്കിത് നോക്കാൻ പറ്റുന്നില്ല.
കൂളിംഗ് ഗ്ലാസ് എടുത്തോണ്ട് വരണം. ഇതിങ്ങനെയാണ് പിടിക്കുന്നത്. ഓക്കെ. ലൈക്ക് ദിസ്. ഓ ഓക്കെ. അതിന് സിബൊന്നും ഇല്ല. അതിന് സിബ് അല്ല, ഇതിന് ബട്ടണാണ്. ബട്ടണാണ്. സി അകവും നല്ല ഫിനിഷ് ഒക്കെയാണ്. അകം നല്ല ഫിനിഷാണ്, നല്ലൊരു സാറ്റിൻ ഫിനിഷാണ് അകം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെയിനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഓൾ ലൈക്ക് ഒരു നിങ്ങൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യും ബാഗ്സ്. കാരണം അങ്ങനെ റഫ് ആൻഡ് ടഫ് യൂസിനുള്ള ബാഗ്സേ അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഒരു ഫംഗ്ഷൻസിനോ അങ്ങനെ. അത് ഇതൊന്നും നമ്മൾ ഡെയിലി യൂസ് സജസ്റ്റ് ചെയ്യത്തില്ല. ഇത് ഡെയിലി യൂസ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് എനിക്ക് ഇഷ്ടമായി. ആരായാലും നോക്കി പോകില്ലേ, ഡ്രസ്സ് നോക്കിയില്ലെങ്കിലും ബാഗ് നോക്കും. നെക്സ്റ്റ് ബക്കറ്റ് ബാഗ്. ഇത് ബക്കറ്റിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ബക്കറ്റ് ബാഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതും നമ്മൾ ജസ്റ്റ് ഇമാജിൻ സാരി എടുത്തിട്ട് ബക്കറ്റും പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ ഇത് ഞാൻ ഇപ്പം കുറെ വലിയ വലിയ ബ്രാൻഡ്സിന് ഇത് കണ്ടിട്ടുണ്ട്. കുറെ സെലിബ്രിറ്റീസിന്റെ കയ്യിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. അവരൊക്കെയാണല്ലോ പുതിയ ഫാഷൻസ് കൊണ്ടുവരുന്നത്. സോ ഇതും ഇതുപോലെ അകത്ത് ഒരു ക്ലോത്ത് അറ്റാച്ച്ഡ് ആയിരിക്കും. അതിങ്ങനെ വലിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ സ്റ്റഫ് ചെയ്യാം. ആൻഡ് ഇൻസൈഡ് ചെയിനും അവർ എക്സ്ട്രാ സ്റ്റോൺസ് വരെ തന്നിട്ടുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാൽ നിങ്ങൾ ഡാമേജ് ഉണ്ട്. എല്ലാ ബാഗ്സും ഇല്ല, ഇതിനുണ്ട്. സോ ഇതിങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് ഇതാ. ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഹാൻഡ് പിക്ക് ചെയ്ത്, അല്ലാതെ നേരിട്ട് ഹോൾസെയിൽ ആയിട്ട് ഫാക്ടറി നിന്നും അല്ല, നമ്മൾ പോയി ഇതിന്റെ ഡീലേഴ്സ് ഉണ്ടാക്കുന്ന ഹാൻഡ് പിക്ക് ചെയ്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് അതിന്റെ യൂണിക്നെസ് കാണും. കുറച്ച് പീസസ് മാക്സിമം 3, അതിൽ കൂടുതൽ കാണില്ല ഒരു ഡിസൈൻ. അതിന്റെ തന്നെ സിൽവറും ഉണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ എക്സിബിഷൻ കഴിഞ്ഞ ഉടനെ വരും. വെബ്സൈറ്റും നമ്മൾ ഇപ്പം ടെസ്റ്റിംഗിലാണ്. എനിക്കൊന്ന് ഈ ഡിസംബറിൽ തന്നെ എന്തായാലും ലോഞ്ചും ഉണ്ട്. ഇത് നമ്മുടെ വെബ്സൈറ്റിലും കിട്ടും കേട്ടോ. സോ ഇത് വന്നിട്ട് ഇതും യുണീക്കായിട്ട് എനിക്ക് തോന്നി. ഇതും ഞാൻ അധികം കാണാത്ത ഒരു പാറ്റേൺ ആണ്. ഇവിടെ വെൽവെറ്റ് ഫിനിഷ് വരും. ഇതിലേക്ക് ടെക്സ്ചർ മനസ്സിലാവുന്നില്ല വീഡിയോയിൽ. വെൽവെറ്റ് ഫിനിഷ് വരും. ഹാൻഡിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റോൺസ് ഉണ്ട്. ഓക്കെ. bags you get crazy. You പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് വാളറ്റ്സിന്റെ ക്രേസ് ഉണ്ടല്ലോ, എനിക്ക് ഇല്ലാത്തായിരുന്നു. അതൊക്കെ ജോജിൻ തുടങ്ങിപ്പിച്ചതല്ലേ. എക്സിബിഷന് വന്നാലേ ഏതെടുക്കണം, ഇത് വേണോ അത് വേണം, ഷോ അത് വേണം ഇത് വേണം, അങ്ങനെ ആയി പോവും എന്തായാലും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ ചില പാറ്റേൺസ് ആമസോണിൽ കണ്ടിട്ടുണ്ട്. ബട്ട് ദ പ്രൈസ് ഇസ് ക്രേസി. എന്താന്ന് എനിക്കറിയില്ല, ആലോചിക്കാൻ പറ്റാത്ത പ്രൈസാ. അതുകൊണ്ട് ഓക്കെ. അടുത്തത് so next see this. oh nice. This is also very unique, I felt. okay. നല്ലതാ തിരിച്ച്. ഓക്കെ. ഇതും അതിന്റെ റിംഗ് ഉപയോഗിച്ചിട്ടാണ് തുറക്കേണ്ടത്. see ഇതിന്റെ അകത്ത് ഇതുപോലെ ഹാൻഡിലും ഉണ്ട് ചെയിനും ഉണ്ട്. ഇവൻ്റെ പയ്യെ എനിക്ക് പേടിച്ച് ഓരോ സാധനങ്ങൾ പുറത്തെടുക്കുന്നത്, ഒന്നും പൊട്ടാതെ കല്ലൊന്നും പോവാതെ. സോ ഇതാ ഇങ്ങനെ ചെയിനും ഉണ്ട്. നല്ല പാറ്റേൺസ്. ഇതിന്റെ തന്നെ ഗോൾഡ്. ഇത്രയും ഗ്ലിറ്ററുള്ളൊക്കെ ലേഡീസ് ഇഷ്ടമാണോ? ഫംഗ്ഷൻ വെയർ അല്ലേ. ഒരു കല്യാണത്തിന് പോകുമ്പോൾ യു കനോട്ട് ക്യാരി എ നോർമൽ ബാഗ് ആൻഡ് ഗോ. നോ, എന്തായാലും ഫോൺ നമുക്ക് കല്യാണ സാരി കൊടുക്കുമ്പോൾ ഫോൺ പിടിക്കണം. ഫോൺ ഇങ്ങനെ പിടിക്കുന്നേക്കാൾ ഇങ്ങനെ ഒരു ബാഗ് പിടിച്ചാൽ അത് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആവില്ലല്ലോ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളൊക്കെ എന്തോന്ന് പോക്കറ്റ് എടുത്ത് ഫോൺ എടുത്ത് പോക്കറ്റിൽ വെക്കുന്ന ആൾക്കാർ. നമ്മൾ ഇങ്ങനെയൊക്കെ ബാഗൊക്കെ വെച്ച് എനിവേസ് നമുക്ക് എപ്പോഴും വേണ്ട 2 സാധനങ്ങളാണ്, ഫോണും ലിപ്സ്റ്റിക്കും ചീപ്പും. ബ്രഷ് പിന്നെ ഓക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ലിപ്സ്റ്റിക് ആൻഡ് ഫോൺ ഇത് മസ്റ്റ്. അപ്പം വേണമെങ്കിൽ ചെറിയ കണ്ണാടിയും വേണമെങ്കിൽ വെക്കാം. സോ അത് എല്ലാം കൂടെ കൈ പിടിച്ചിട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇങ്ങനെ ഒരു ഫാൻസി ബാഗിൽ വെച്ചാൽ എല്ലാവരും from where did you buy this? So it's from a Happy Store, you know. You will get it in the Happy Store website. എന്ന് പറയാം അല്ലേ? സോ നെക്സ്റ്റ് ഇത് കുറച്ച് പോപ്പുലർ പാറ്റേൺ ആണ്. ഇതിന് മുന്നേ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാ നമ്മൾ ഇവിടെ ഞാൻ ടെസ്റ്റിന് വേണ്ടി വാങ്ങിച്ചില്ലേ, അതിന്റെ മിനിയേച്ചർ വേർഷൻ ആണത്. ഇത് തന്നെ ഇതുപോലെ ഞാൻ പറയാം, ബാഗ് ഒക്കെ നല്ലതാണ്. ഇതിപ്പോ അങ്ങനെ പൊട്ടാനൊന്നും ഇല്ല, പക്ഷെ നിങ്ങൾ കെയർഫുൾ ആവണം, കാരണം ഇതിൽ സ്ക്രാച്ചസ് വീഴും. നമ്മളെല്ലാം പറഞ്ഞിട്ട് വേണമല്ലോ ചെയ്യാൻ. നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത എല്ലാ ബാഗ്സിന്റെയും ഏകദേശം ഡിഫറെന്റ് പാറ്റേൺസ് അല്ല മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കവർ തന്നെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കെയർഫുൾ ആവോ, കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചാൽ ഇറ്റ് ലാസ്റ്റ് ഫോർ ലൈക്ക്. ബാക്കിയുള്ളതൊന്നും അത്ര പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനത്തെ മെറ്റാലിക് ഉള്ളത് സ്ക്രാച്ച് വരാതെ സൂക്ഷിക്കുക. പക്ഷെ ഇതും വെരി ഫാൻസി ആണ്, സ്റ്റൈലിഷ് ആയിട്ട്. യു ക്യാൻ വെയർ ഇറ്റ് ഫോർ മോഡേൺ ഡ്രസ്സസ് ഓൾസോ. ഇതിന്റെ സിൽവറും ഉണ്ട് ഗോൾഡനും ഉണ്ട്.
അടുത്തത് നമ്മുടെ പോപ്പുലർ പാറ്റേൺ ആണ്. ഇതിൻ്റെ ശരിക്കും ഈ ഡിസൈൻ ഇറക്കിയത് സാറയാന്ന് തോന്നുന്നു കേട്ടോ. ഈ ഡിസൈൻ അറിയില്ല, പക്ഷെ ഞാൻ സാറയിലാണ് കണ്ടിരിക്കണേ. പക്ഷെ സാറയിൽ ഞാൻ കണ്ടിരിക്കുന്നത് പ്ലെയിൻ വേർഷനാണ്. പ്ലെയിൻ വേർഷനും നമ്മുടെ ഉണ്ട്. പക്ഷെ ഇത് ഇത് കണ്ടല്ലോ, ദിസ് പാറ്റേൺ ഇസ് ആക്ച്വലി പോപ്പുലർ ബ്രാൻഡ് ബൊട്ടേഗയുടെ പാറ്റേൺ ആണ് ഇത്. ടെക്സ്ചർ ആ ടെക്സ്ചറിൽ ഇങ്ങനത്തെ ഹാൻഡിൽ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇത് തുറക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, പിടിക്കാൻ ഇങ്ങനെ പിടിക്കാം. ഒരിക്കലും നിങ്ങളുടെ അടിച്ചോണ്ടും പോകാൻ പറ്റില്ല. ഇങ്ങനെ പിടിക്കാം, കുട്ടികളെ കൈ പിടിക്കുന്നു. സോ ദിസ് ഈസ് ഓൾസോ ചെയിൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ചെയിൻ ഉണ്ട്, ഇതിലും ചെയിൻ ഉണ്ട്. സ്ലിംഗ് ബാഗ് ആയിട്ടും ഷോൾഡർ ബാഗ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം സ്പേസും ഉണ്ട്. ആൻഡ് വെരി സ്റ്റൈലിഷ് ആൻഡ് യുനോ ഭയങ്കര ഗ്ലിറ്ററി വേണ്ടാത്തവർക്ക് ഇങ്ങനത്തെ ഒരു ഒറ്റ പീസ് പിടിച്ചാൽ മതി. കണ്ടോ, ഒറ്റ പ്ലെയിൻ പീസാണ്, എന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പീസുമാണ്. സി ദിസ് ഇസ് ഓൾസോ ബൊട്ടേഗ ഇൻസ്പയർഡ് ബാഗ്. ഇതിൻ്റെ യുണീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ക്ലിപ്പ് ലോക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആട്ടോ. അത് അവർ ഫുൾ കവർ ചെയ്താ വച്ചിരിക്കുന്നത്. PU ആണ്, ലെതർ. നമ്മൾ ലെതർ ബാഗ്സേ കൊണ്ടുവന്നിട്ടുള്ള കാരണം അത് ഹൈ മെയിൻ്റെനൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫിനിഷ് വേണം ഉള്ളിൽ കാണാൻ. യു വോണ്ട് ബിലീവ് വന്ന് കാണാമല്ലോ അവർക്ക്. ഇത് ഫിനിഷ് കാണിച്ചു തരാം. നമുക്ക് വലിയ ബാഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പയ്യെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. സ്റ്റൈലിഷ്. ദിസ് ഇസ് ഓൾസോ വെരി ക്ലാസി. ഭയങ്കര ലൗഡ് അല്ല, എന്നാ എടുത്ത് കാണും. എല്ലാം ഗുണം സ്ലിംഗ് ആയിട്ടും പിടിക്കാം, കയ്യിലും പിടിക്കാം. ലൈക്ക് ദിസ് ആൻഡ് സ്ട്രിങ്ങും ഉണ്ട്. പക്ഷെ യൂഷ്വലി പീപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ കുതിരോട്ടം പപ്പു വെക്കുന്ന പോലെ മറ്റേ കക്ഷത്തും വെച്ചോണ്ട് കിടക്കാം. ഇങ്ങനെ വെക്കാട്ടോ. ആക്ച്വലി ഇതാണ് ആക്ച്വലി വെരി കംഫർട്ടബിൾ വെക്കാൻ. ആ ഒരു സൈസ് ഷേപ്പ് കറക്റ്റ്. ഇങ്ങനെ ഒരു സാധനം വന്നാൽ എല്ലാവർക്കും ഇങ്ങനെ പോവുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് വെരി ക്ലാസി ആൻഡ് യുണീക് കളർ ഓൾസോ. സോ ഐ ലവ് ദിസ് പാറ്റേൺ. ഇനി എന്താ പറയുക, കോളേജ് ഗോയിങ്, സ്കൂൾ ഗോയിങ് കുട്ടികൾക്കൊക്കെ പറ്റിയ ഇത് ഞാൻ പാത്തുനാണോ നച്ചുനാണോ നമ്മൾ ഗിഫ്റ്റ് ചെയ്തു. വേറെ ഇതിൻ്റെ ഒരു ഡെനിം വേർഷനാണ് ഗിഫ്റ്റ് ചെയ്തത്. ഇത് ഭയങ്കര ക്യൂട്ടായൊരു ബാഗാണ്. ഇതിനും സ്ലിംഗ് ഉണ്ട്. യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ഭയങ്കര സ്റ്റൈലിഷായ ക്യൂട്ട് ബാഗാണത്. ജീൻസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ പോകും. ഇതെവിടെ ബട്ടൺ ഉണ്ട് അകത്ത്, ആൻഡ് സ്ട്രിങ് ഉണ്ട് അകത്ത്, ലോങ് സ്ട്രിങ്ങും ഉണ്ട്. സ്ട്രിങ് വെച്ചിട്ട് ഇങ്ങനെ ഇടുന്ന സ്ലിംഗ് ബാഗ് പോലെ ഇടുന്ന ടൈപ്പ് ഓഫ് ബാഗാണ്. ശരി, നമുക്ക് ഡെയിലി വെയർ ബാഗ്സും ഉണ്ട് കേട്ടോ. കാണിക്കുന്നതാ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ദിസ് ഈസ് ഓൾസോ വെരി പോപ്പുലർ പാറ്റേൺ. അത് യൂഷ്വൽ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നൈസ് ഹാൻഡി ആയിട്ടുള്ള പൗച്ചാണ്. ഓരോന്നും നമ്മൾ അങ്ങനെ നോക്കി എടുത്ത ബാഗ്സ് ആണ്. റെഡ് ഇസ് മൈ ഫേവറേറ്റ് കളർ. എവിടെ റെഡ് കണ്ടാലും കയറി. സോ ഇത് നമുക്ക് ക്രിസ്മസ് അല്ല, ഇങ്ങനെ തന്നെ ക്രിസ്മസിന് പറ്റിയ ഒരു എന്താ പറയാ, ഒരു വൈറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് റെഡ് ബാഗ്, ബ്ലാക്ക് ഒരു ഗൗൺ ഇട്ടിട്ട് യു ക്യാൻ ക്യാരി ദിസ് വിത്ത് റെഡ് ഹീൽസ് ആൻഡ് വിത്ത് റെഡ് ലിപ്സ്റ്റിക്. അപ്പോൾ ഇതും ഭയങ്കര റെഡ് ഒരു യുണീക്ക് കളറല്ലേ, എടുത്ത് കാണുന്ന ഒരു കളറല്ലേ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്കിതും. ലൈക്ക് ഇങ്ങനെയാണ് ഇൻസൈഡ്, സ്ട്രിങ് ഉണ്ട്. ഇതും സ്ലിംഗ് ആയിട്ട് ഇടാം അല്ലേ? ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. യു ക്യാൻ ക്യാരി ലൈക്ക് ദിസ്. സോ നേരത്തെ എടുത്ത റെഡിന്റെ അനദർ കളർ ചേഞ്ച് ആണ് ഗോൾഡൻ. അതും നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഷൈനിങ് കേട്ടോ. വീഡിയോ കാണുമ്പോൾ അറിയാം.
ആ റെഡും കൂടെ കാണിക്കുക, വേറെ റെഡും കൂടെ ഇരിക്കുന്നില്ലേ? ഇതും അതുപോലെ. ഇതൊക്കെ നിങ്ങൾ ഡെലിക്കേറ്റ് ആയിട്ട് ഉപയോഗിക്കുക. സ്റ്റോണൊക്കെ നിങ്ങൾ റഫ് യൂസ് ചെയ്താൽ ഇളകി വരും. യെസ്. അതുപോലെ ഈ കവറിൽ നല്ല തുണിയുടെ ഇതിൽ വല്ല കവർ ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ സ്റ്റോണൊക്കെ അവിടെ കൊളുത്തി ഇവിടെ കൊളുത്തിയൊക്കെ അത് പൊട്ടി. അത് തുറന്ന് ഇതൊക്കെ പേഴ്സ്. ഐ ബോട്ട് യു വൺ പേഴ്സ് ഫ്രം ജപ്പാൻ, ഹാൻഡ് മെയ്ഡ് പേഴ്സ്. ഓർമ്മയുണ്ടോ? എവിടെ ഉണ്ട്? ഉണ്ട്. ഇത്രയും പേഴ്സും ബാഗ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്നും ഉപയോഗിക്കില്ല. ഒരു പഴഞ്ചൻ നൂല് മുങ്ങിയ ബാഗുണ്ട്. ഈ ബാഗിന്റെ ഒക്കെ ഉടമസ്ഥയാണ്. എന്നിട്ട് ഒരു നൂല് മുങ്ങിയ ബാഗ് ഞാൻ അതെടുത്ത് എല്ലാ വ്ളോഗിലും പ്രത്യേകം എടുത്തെടുത്ത് കാണിക്കും കേട്ടോ. നൂല് ഒരു ബാഗിന് ലൈഫ് കഴിഞ്ഞാൽ അത് കളയണം. ഞാൻ ഇനി വെലോറ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞാനിപ്പോ വെലോറയുടെ ബ്രാൻഡ് ഓണർ ആണ്. സോ ഐ ഹാവ് ടു യു നോ, ഞാൻ എന്റെ ബ്രാൻഡിനെ അല്ല, ഞാൻ എന്റെ ബ്രാൻഡിനെ കാണിക്കാതെ വേറെ ആര് കാണിക്കും? പൊക്കി പറയാതെ അല്ലേ? അപ്പൊ ഇനി എന്റെ ബ്രാൻഡിന്റെ ബാഗ് ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറയില്ല. അതെ, ഇഷ്ടമുള്ളതാണെങ്കിൽ ഏത് ബാഗാണെങ്കിൽ ഞാൻ വാങ്ങും. പക്ഷെ എന്റെ കൂടുതൽ ഇനി പാർട്ടി വെയറിനൊക്കെ ഞാൻ ചിലപ്പോ എന്റെ വെലോറ ബാഗ് ആയിരിക്കും വാങ്ങും. ജിഗ് ജിഗ് ജിഗ. ഇത് നീത്തമ്പാനി പിടിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് 10 കോടിയുടെ ബാഗാന്ന് പറയും. സത്യം. നീത്തമ്പാനി ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും പിടിച്ചോണ്ട് നടക്കുന്നല്ലേ? പറയാൻ പറ്റില്ല. അതെ. അപ്പോ നീത്തമ്പാനി കഴിഞ്ഞാൽ പിന്നെ പ്രിയ മോഹൻ. അതെ, ഈ ബാഗ് കാണണമെങ്കിൽ. അതെ. അപ്പോ ഇത് ഭയങ്കര കണ്ണ് അടിച്ചു പോകുന്ന ടൈപ്പ് ഒരു. തിരിച്ചു വന്ന് ബാക്ക് സൈഡ് നോക്കട്ടെ. അത് ഓക്കെ, അത് പ്ലെയിനാ, അതിന് ഷൈനിങ് ഉണ്ട്. അപ്പൊ എനിക്ക് കണ്ണ് അടിച്ചു പോകുന്ന, നമ്മളെ കാണാൻ പാടില്ല. ബാഗ് മാത്രം എല്ലാരും കാണാൻ പാടുള്ളൂ. ഇൻസൈഡ് ഇങ്ങനെയാണ്. എല്ലാം ബാഗിന് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് ഉണ്ട്. സോ അതിങ്ങനെ നമുക്ക് കറണ്ടൊക്കെ പോയാൽ ഇത് തിളങ്ങി നിൽക്കും അല്ലേ? ഫംഗ്ഷന് കറണ്ടൊക്കെ പോയാൽ ഞാൻ എവിടെ ഉണ്ടെന്ന് മനസ്സിലാവും ബാഗ് കാരണം. സോ അത്ര തിളക്കാണ് ഈ ബാഗിന്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാഗ്. ഇതോടെ അവസാനിക്കുന്നില്ല. ഇതുപോലെ ഇനിയും കുറെ കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ എക്സിബിഷന് വരെ ഡിസംബർ 6th and 7th അവന്യൂ സെൻറ്ററിൽ വെച്ചിട്ട് രാവിലെ 10 മണി തുടങ്ങി 9 മണി വരെ. അത് കഴിഞ്ഞാൽ ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് വരിക. ഈ ബാഗ് കളക്ഷനും ഇതിനും മേലെ കളക്ഷൻസ് കാണാം. അതിനും വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ബാഗ് ഓർഡർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, കാരണം നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ടുള്ള ഈ മാസം ബിഫോർ 15th എന്തായാലും ലോഞ്ച് കാണും. അതെ. അപ്പോൾ വെബ്സൈറ്റിൽ നമ്മുടെ ഇങ്ങനത്തെ കളക്ഷൻസ് വെലോറയുടെ ഇഷ്ടം പോലെ കാണുന്നതായിരിക്കും. ഇതും അതുപോലെ തന്നെ ഒരു പൗച്ചാണ്, ബ്ലാക്കിൽ ഗോൾഡൻ. ഇതിന്റെ തന്നെ സിൽവറും ഉണ്ട്. സിൽവറിൽ ഐ തിങ്ക് ഇവിടെ ഗോൾഡൻ വർക്കാ വരുന്നത്. ഭയങ്കര ഭംഗിയാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. ഇപ്പൊ സമയം രാത്രി 12:30 ആ മാനുക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സോ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്. ഇനി കിടക്കുക, രാവിലെ 7 മണിക്ക് 8 മണിക്ക് എഴുന്നേക്കുക, പിന്നെ അടുത്ത ഓർഗനൈസിംഗ് തുടങ്ങുക. എന്തായാലും വെരി എക്സൈറ്റഡ്. ഏറ്റവും വലിയ പണി ഇതെല്ലാം തിരിച്ചെടുത്ത് വെക്കുന്നത്. എന്തായാലും വെരി എക്സൈറ്റഡ് ടു മീറ്റ് യു ഓൾ. നമുക്ക് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഉണ്ട്, കാലിക്കറ്റിൽ നിന്നുള്ള ഫുഡ് ഉണ്ട്, കുറേ പുതിയ ബ്രാൻഡ്സും നമ്മുടെ മച്ച് ലൗഡ് ബ്രാൻഡ്സും വരുന്നുണ്ട്. അതിന് ഏറ്റവും കൺവീനിയന്റ് ലൊക്കേഷനിലായ അവന്യൂ സെന്ററിലാണ്. ക്രിസ്മസ് ഫാദറിനെ കാണാം, പുതിയ പുതിയ കണ്ടസ്റ്റന്റ്സിന് ഗിഫ്റ്റ് കിട്ടും, ഒരു ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ക്രിസ്മസ് വൈബ് ആയിരിക്കും മൊത്തത്തിൽ. അപ്പൊ ഇനി എല്ലാം എടുത്ത് പാക്ക് ചെയ്തോ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.